നമസ്കാരം. ശ്രീ ഋഷി നോളജ് ഗാലക്സിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷില് ഭാഷയിൽ ക്രീപ്പിൻ ചെയ്യാൻ സാധ്യതയുള്ള ചില കുഞ്ഞ് എറേഴ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു 5 എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ സെഷൻ എന്നോണം കുറച്ച് എക്സാമ്പിൾസും കൂടി ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ ഒരു 5 സെന്റൻസസ് നോക്കാൻ പോകുന്നുണ്ട്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ഹി ഹാസ് ഗിവൺ അപ്പ് ഹിസ് സ്റ്റഡി. ഇത് നമ്മളിങ്ങനെ വളരെ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരാളെ പറ്റി നമ്മളിങ്ങനെ പറയുമ്പോഴത്തേനും നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓൻ പഠിത്തമൊക്കെ വിട്ട് കേട്ടോ, പഠിത്തമൊക്കെ വിട്ടിട്ട് അവനിപ്പം വേറെ പരിപാടിയൊക്കെ ആണെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന്റെ ശരിയായിട്ടുള്ള പ്രയോഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഹാസ് ഗിവൺ അപ്പ് ഹിസ് സ്റ്റഡീസ് എന്നാണ് പറയേണ്ടത്. അവിടെയും നമ്മൾ സ്വാഭാവികമായിട്ട് കുഞ്ഞിലേ തൊട്ട് പഠിച്ചു വന്ന ഗ്രാമർ പാഠങ്ങളൊക്കെ നമ്മളെങ്ങനെ നോക്കി ചിരിക്കും. അതായത് സ്റ്റഡീസോ അങ്ങനെയുണ്ടോ എന്ന് നമുക്കിങ്ങനെ തോന്നും. പക്ഷെ അതാണ് യൂസേജിൽ വരുന്ന വ്യത്യാസം. അല്ലെങ്കിൽ നമ്മൾ അത് നമുക്ക് വായനയിലൂടെ സ്വായത്തമാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് എക്സാംസ് ഒക്കെ വരുമ്പോഴത്തേക്കിനും, കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ വരുമ്പോഴത്തേനും ഈ ഒരു കുറച്ച് മാർക്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു 2-3 മാർക്സിന് വേണ്ടിയിട്ട് നമുക്ക് വിശ്വസാഹിത്യം മുഴുവൻ വായിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കുഞ്ഞു സെഷൻസ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗമായിരിക്കും എക്സാമിനൊക്കെ. സോ ഹി ഹാസ് ഗിവൺ അപ്പ് ഹിസ് സ്റ്റഡി എന്നല്ല. സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മൾ പഠിക്കുക, പഠനം എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും സ്റ്റഡി റൂം എന്നൊരു അർത്ഥം കൂടി ഉണ്ട് ഈ സ്റ്റഡി എന്ന് പറയുമ്പോഴത്തേനും. റൂം എന്നുള്ള ഒരു അർത്ഥം കൂടെ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതവിടെ ശരിയല്ല, ആ കോണ്ടെക്സ്റ്റിൽ അത് ഉപയോഗിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഹി ഹാസ് ഗിവൺ അപ്പ് ഹിസ് സ്റ്റഡി എന്നല്ല നമ്മൾ പറയേണ്ടത്. ഒരാൾക്ക് പഠനം ഉപേക്ഷിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഹി ഹാസ് ഗിവൺ അപ്പ് ഹിസ് സ്റ്റഡീസ്, പഠിത്തം ഉപേക്ഷിച്ചു, അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. സോ അതൊന്ന്. ഇനി രണ്ടാമത്തേതൊന്ന് നമ്മൾ പലയിടത്തും കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ദിസ് റൂം ഹാസ് നോ ഫേർണിച്ചേഴ്സ്. നമ്മൾ നോക്കുമ്പോൾ അതിൽ പ്രകടമായിട്ട് ഒരു തെറ്റുമില്ല. നമ്മൾ ആലോചിക്കുമ്പോൾ എന്താണ് ഫേർണിച്ചർ എന്ന് പറയുമ്പോൾ അതിൽ കസേര വരാം, കട്ടില് വരാം, മേശ വരാം, സോഫ വരാം, ഒരുപാട് കാര്യങ്ങൾ പിന്നെയും വരാം, കുഞ്ഞ് സ്റ്റാൻഡോ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ വരാം. അപ്പൊ നോർമലി നമ്മൾ പറയും ഫേർണിച്ചേഴ്സ്, അതിലെന്താണ് തെറ്റെന്ന് പറയും? വേണ്ട, ഫേർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിതെല്ലാം വരുന്നേ, അതിന് പിന്നെ ഒരു എസ് കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല. അപ്പൊ ഫേർണിച്ചർ ഇറ്റ്സെൽഫ് ഇസ് പ്ലൂറൽ. സോ അതുകൊണ്ട് ദിസ് റൂം ഹാസ് നോ ഫേർണിച്ചേഴ്സ് എന്ന് ഉപയോഗിക്കരുത്, തെറ്റാണ്. ദിസ് റൂം ഹാസ് നോ ഫേർണിച്ചർ, അത് മതി, അതാണ് ശരി. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട്, നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താലാണ് അത് ശരിയാവുക. അല്ല, ചിലതൊക്കെ നമ്മൾ മാറ്റിയാലും റെഡ്യൂസ് ചെയ്താലാണ് ശരിയാവുക, ചിലത് എടുത്ത് മാറ്റിയാൽ എലിമിനേറ്റ് ചെയ്താലാണ് അവിടെ ശരി ഉണ്ടാവുക. അതിനൊരു എക്സാമ്പിൾ ആണിത്. പിന്നെ 10 miles are a long distance ഇല്ലെങ്കിൽ 10 kilometers are a long distance എന്ന് നമ്മൾ പറയുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കും 1 കിലോമീറ്റർ അല്ല, അല്ലെങ്കിൽ 10 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 10 മൈൽസാ. നമ്മൾ കൊച്ചിലേ പഠിക്കും, പിന്നെ എണ്ണം കൂടുന്തോറും നമ്മൾ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ടുവേർഡ്സ് പ്ലൂറൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്നത് ഒരു ഒറ്റ എൻറ്റിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു സിംഗുലർ എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. അതുകൊണ്ടിട്ട് 10 miles are a long distance നമ്മൾ പറയത്തില്ല. നമ്മൾ എന്തേ പറയുള്ളൂ? 10 miles is a long distance എന്നേ നമ്മൾ പറയുള്ളൂ. അപ്പം കാഴ്ചയില് അല്ലെങ്കിൽ എഴുതുന്ന രൂപത്തിൽ പ്ലൂറൽ ആയിട്ട് ഇരുന്നാൽ കൂടിയും നമ്മൾ അതിനെ ഒരു സിംഗുലർ എൻറ്റിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്, ഒരൊറ്റ എൻറ്റിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ ഈസേ കൊടുക്കത്തുള്ളൂ. സോ 10 miles is a long distance, അതാണ് ശരി. 10 miles are a long distance എന്ന് നിങ്ങൾ ഉപയോഗിച്ചാൽ തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ്. ഈ പറഞ്ഞതൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വായിച്ചും അറിഞ്ഞും ഒക്കെ നമുക്ക് കുറച്ചൊരു ബോധമുള്ളതായിരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും സർവ്വസാധാരണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈവൻ പ്രൊഫസേഴ്സ് പോലും ഉപയോഗിക്കാറുള്ള ഒരു അതായത് തെറ്റായിട്ട് ഉപയോഗിക്കാറുള്ള ഒരു സെന്റൻസ് ആണ് അടുത്ത പറയാൻ പോകുന്നത്. ഹി ഗേവ് മീ മെനി അഡ്വൈസസ്. എന്നെ കുറേ ഉപദേശിച്ചു, എനിക്ക് കുറേ ഉപദേശങ്ങൾ തന്നു. നമ്മളിത് പറയുമ്പോഴത്തേക്കിനും ഉള്ളിൽ നിറഞ്ഞ് ഒന്നെങ്കിൽ നമ്മൾ സന്തോഷത്തോടു കൂടി എനിക്ക് കുറേ അഡ്വൈസസ് തന്നു, ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഇറിറ്റേഷനോട് കൂടി എനിക്ക് കുറേ അഡ്വൈസസ് തന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. എനിവേ ഭാഷാപരമായിട്ട് നോക്കുമ്പോഴത്തേനും അതിന് മിസ്റ്റേക്ക് ഉണ്ട്.
ഹി ഗേവ് മീ മെനി അഡ്വൈസസ് എന്നല്ല പറയാനുള്ളത്. അഡ്വൈസസ് എന്നൊരു പ്രയോഗം ഇല്ല ഭാഷയിൽ, ഇംഗ്ലീഷിൽ. നമ്മൾ എങ്ങനെയാ പറയുക? ഹി ഗേവ് മീ മെനി പീസസ് ഓഫ് അഡ്വൈസ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഓപ്ഷൻസ് തരികയാണെന്നുണ്ടെങ്കിൽ, ഒരു കാരണവശാലും നമ്മുടെ വായന ഒരളവിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പീസസ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്ന ആ ഒരു ചോയ്സിലോട്ട് നമ്മുടെ മനസ്സ് പോകത്തേ ഇല്ല. കാരണം നമ്മൾ ആണെങ്കിൽ പീസസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? കഷ്ണങ്ങൾ. നമ്മൾ മറ്റ് കോൺക്രീറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വരും. പീസസ് എന്നൊക്കെ പറയുമ്പോഴത്തേനും, കഷ്ണങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇതൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം വരത്തുമില്ല. നമ്മൾ തെറ്റായിട്ട് കറപ്പിക്കുകയും ചെയ്യും, മാർക്കും പോകും. സോ ഹി ഗേവ് മീ മെനി അഡ്വൈസസ് പറയില്ല. ഹി ഗേവ് മീ മെനി പീസസ് ഓഫ് അഡ്വൈസ്, അതാണ് ശരി. ഇനി ഒരെണ്ണം കൂടി, വി ഹാവ് മെനി വർക്ക്സ് ടു ഡു. ഒരു തെറ്റുമില്ല, കേട്ട് കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ല. ഞങ്ങൾക്ക് കുറേ പണിയുണ്ട്, ഒരുപാട് പണിയുണ്ട്. ഇതൊന്നും കേട്ടോണ്ടിരിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ ഈ വക പെറ്റി ടോക്സിനൊന്നും നമുക്ക് സമയമില്ല, ഒത്തിരി ജോലിയുണ്ട് എന്ന് പറയുന്നതാണ് ഉദ്ദേശിക്കുന്നത്. വി ഹാവ് മെനി വർക്ക്സ് ടു ഡു, ബട്ട് വി ഹാവ് മെനി പീസസ് ഓഫ് വർക്ക് ടു ഡു. ഇതാണ് ശരി. ഇത് രണ്ടും അടുത്തടുത്ത് പറയാൻ കാര്യം അത് ഓർമ്മിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അഡ്വൈസിൻ്റെ കാര്യം വരുവാണെങ്കിലും വർക്കിൻ്റെ കാര്യം വരുവാണെങ്കിലും നമ്മൾ പീസസ് എന്ന് ചേർത്തിട്ടാണ് ഉപയോഗിക്കുക. വി ഹാവ് മെനി പീസസ് ഓഫ് വർക്ക് ടു ഡു. ശരിയാണ്. വി ഹാവ് മെനി വർക്ക്സ് ടു ഡു. തെറ്റാണ്, ഉപയോഗിക്കാൻ പാടില്ല. സോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുകയാണ്. കഴിഞ്ഞ തവണ ഇട്ട വീഡിയോയും നിങ്ങൾ കണ്ട് അപഗ്രഥിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള നിലയ്ക്കാണ് ഈ വീഡിയോയും പോയത്. ഇതിൻ്റെയും ഫീഡ്ബാക്ക്സ് അറിയിക്കണം. പിന്നെ നമ്മൾ ഇപ്പം വീഡിയോ ഇടുമ്പോഴത്തേനും നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നോ അങ്ങനെയൊന്നും അതിന് അർത്ഥമില്ല. ചിലപ്പോൾ നിങ്ങളിലേക്ക് അത് എത്തുമ്പോഴത്തേനും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു റിസർച്ച് ചെയ്യും. അപ്പോഴായിരിക്കും ചിലപ്പം ഈ വീഡിയോ ചെയ്ത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞങ്ങൾക്കും പരിമിതികളുണ്ടായിരുന്നു, ഞങ്ങൾ ചെയ്തതിലും കുറച്ചും കൂടി ഞങ്ങൾ റിസർച്ച് ചെയ്യേണ്ടിയിരുന്നു എന്നൊക്കെ ഞങ്ങളെ അവെയർ ആക്കുന്ന, അല്ലെങ്കിൽ ബോധവാന്മാരും ബോധവതികളുമാക്കുന്ന ആ ഒരു കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫീഡ്ബാക്സ് നമ്മളോട് കൃത്യമായിട്ട് അറിയിക്കുക. നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പുസ്തകങ്ങൾ, ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഓഡിയൻസ് ആയിരിക്കും ഇത് കേൾക്കുക. നമ്മൾ എന്തെങ്കിലും പുസ്തകങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും സോഴ്സസോ ബിബ്ലിയോഗ്രഫിയോ ഒക്കെ നമ്മൾ തേടേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ റിസർച്ച് ചെയ്യേണ്ടതുണ്ട്, ഞങ്ങളത് അതിലോട്ട് കുറച്ചുകൂടി ഡെപ്തിൽ കയറി ക്ലാസ്സസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞങ്ങളെ അത് അറിയിക്കണം. എന്നാലേ ഞങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഒന്നാമത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.